നമസ്തേ ബച്ചോ. ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നാം 7ാം ക്ലാസ്സിലെ ഓരോ പ്രവർത്തനങ്ങളായി പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് നമുക്ക് ഉദ്ഘോഷണ എന്ന പ്രവർത്തനം പരിചയപ്പെടാം. എന്താണ് ഉദ്ഘോഷണ എന്നറിയാമോ? അനൗൺസ്മെൻറ്റ്. ഒരു പരിപാടി നടക്കുന്നു എന്ന് ഒരു കൂട്ടം ആളുകളെ നമ്മൾ അനൗൺസ്മെൻറ്റിലൂടെയാണ് അറിയിക്കുന്നത്. ഉദാഹരണത്തിന്, കിളിമാനൂർ ജംഗ്ഷനിൽ ഒരു ജുവല്ലറി ഉദ്ഘാടനം ചെയ്യുകയാണെങ്കിൽ അത് അറിയിച്ചുകൊണ്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് എങ്ങനെയാവും? പ്രിയപ്പെട്ട നാട്ടുകാരെ, കിളിമാനൂർ ജംഗ്ഷനിൽ 25/6/2025 വനിതാ ജുവല്ലറി ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത നടൻ ആസിഫ് അലിയാണ്. തദവസരത്തിൽ എല്ലാവരുടെയും സാന്നിധ്യം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഈ അറിയിപ്പ് ഗ്രാമവാസികളെ എല്ലാം കേൾപ്പിക്കാനായി വാഹനത്തിൽ പറഞ്ഞുകൊണ്ടുപോകും. ഇതാണ് അനൗൺസ്മെൻറ്റ്, ഉദ്ഘോഷണ. ഒരു അനൗൺസ്മെൻറ്റിൽ എന്തെല്ലാം ഉണ്ടായിരിക്കണം? ഉചിതമായ സംബോധന ഉണ്ടാകണം. ഇതാരെയാണോ അറിയിക്കുന്നത് അവരെ സംബോധന ചെയ്തുകൊണ്ട് വേണം പറയാൻ. വിഷയം എന്താണ് എന്ന് പറയണം. അതിനെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അവതരിപ്പിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഒരു അനൗൺസ്മെൻറ്റിൽ വേണ്ടത്. 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ജന്നത്ത് കെ ബച്ചെ എന്ന പാഠഭാഗത്തിൽ ജന്നത്ത് കെ ബച്ചെ എന്ന ഇറാനി ഫിലിം സ്കൂളിലെ ഹിന്ദി ക്ലബിൻ്റെ നേതൃത്വത്തിൽ പ്രദർശിപ്പിക്കുന്നു എന്ന അറിയിപ്പ് കുട്ടികളെ അറിയിച്ചുകൊണ്ടുള്ള അനൗൺസ്മെൻ്റാണ് ചെയ്യാനായി പറഞ്ഞിരിക്കുന്നത്. ചോദ്യം ഇതാണ്: ഫിലിം പ്രദർശനി കെ ലിയെ ഉദ്ഘോഷണ തയ്യാർ കരേ. നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ എന്തെല്ലാം അടങ്ങിയിരിക്കണം എന്ന് പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഉചിത സംബോധൻ ഹെ, വിഷയ് കി സൂചന ഹെ, സംക്ഷിപ്തത ഹെ. ഈ 3 കാര്യങ്ങളും നിങ്ങളുടെ അനൗൺസ്മെൻറ്റിൽ, ഉദ്ഘോഷണയിൽ ഉണ്ടായിരിക്കണം. നമുക്കത് തയ്യാറാക്കി നോക്കിയാലോ? प्यारे बच्चों, हमारे स्कूल के हिंदी क्लब के नेतृत्व में जन्नत के बच्चे नामक ईरानी फिल्म का प्रदर्शन होने वाला है. स्कूल के सभागृह में यह कार्य होगा. आप सबका स्वागत है. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളുടെ സ്കൂളിലെ ഹിന്ദി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ജന്നത്ത് കെ ബച്ചെ എന്നു പേരുള്ള ഇറാനി സിനിമയുടെ പ്രദർശനം നടക്കുന്നു. സ്കൂളിലെ ഓഡിറ്റോറിയത്തിലാണ് ഇത് നടക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇതൊരു ഉദാഹരണം മാത്രമാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ ചോദ്യപേപ്പറിൽ ഒരു പോസ്റ്റർ തന്നിട്ട് ഇതുപോലെ ഉദ്ഘോഷണ തയ്യാറാക്കാൻ വരാം. ചിലപ്പോൾ ഉദ്ഘോഷണ തന്നിട്ട് തിരിച്ച് പോസ്റ്റർ തയ്യാറാക്കാനും വരാം. വേറെ സാഹചര്യങ്ങളിൽ ഇതുപോലെ ഉദ്ഘോഷണ തയ്യാറാക്കാൻ വന്നാൽ നിങ്ങൾ എഴുതുമല്ലോ. ഇനിയുള്ള പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.